മഹാബലി മദ്യമായിട്ട് വരണോ? ഗുണം ചെയ്യും. ശരി. അപ്പം മഹാബലി മദ്യമായിട്ട് വരണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മഹാബലി പോയതിനു ശേഷവും കുറെ ദിവസങ്ങളുണ്ട്. ഉണ്ട്. അന്ന് എന്താണ്? ഘട്ടം ഘട്ടമായി മദ്യനിരോധം നടപ്പാക്കും, മദ്യവർജനം നടപ്പാക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അധികാരത്തിൽ കയറിയ ഒന്നാം പിണറായി വിജയൻ സർക്കാർ തന്നെ കേരളത്തിലെ ശരാശരി ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും ഓരോ വളവിലും ഓരോ ബാർ എന്നുള്ള രീതിയിൽ തുറന്നു. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ മദ്യപാനികളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ? പിള്ളേർ MDA വാങ്ങിച്ച് അടിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അടിക്കുകയാണെങ്കിലും ചാരായം അടിക്കുന്നത്? നാടെങ്ങും ഓണത്തിൻ്റെ തരംഗം തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓണ വിഭവങ്ങൾ, സദ്യ, വിശേഷം, വെളിച്ചെണ്ണ, വിലയൊക്കെ സംസാരിച്ചു. പക്ഷേ മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാധനമുണ്ട്, മദ്യം. ഈ മദ്യം ഓണക്കാലത്ത് അല്ലെങ്കിൽ എല്ലാ കാലത്തും ആൾക്കാർ മദ്യശാലകളിൽ അല്ലെങ്കിൽ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളിലോ ബാറുകളിലോ പോയി വാങ്ങിക്കൊണ്ടിരുന്ന സാധനം ഇനി വീടുകളിലേക്ക് എത്തുന്നതിനെ കുറിച്ചൊരു ആക്റ്റീവായിട്ടുള്ളൊരു പ്രൊപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നു. അതേക്കുറിച്ചുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? വീട്ടിൽ മദ്യം സർക്കാർ തന്നെ കൊണ്ടുതന്നാൽ നല്ലതാണോ മോശമാണോ? മഹാബലി മദ്യമായിട്ട് വരണോ? ഗുണം ചെയ്യും. ശരി. അപ്പം മഹാബലി മദ്യമായിട്ട് വരണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മഹാബലി പോയതിനു ശേഷവും കുറെ ദിവസങ്ങളുണ്ട്. ഉണ്ട്. അന്ന് എന്താണ്? അല്ല, മഹാബലി പോയതിന് ശേഷമുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വേണമെന്നില്ലല്ലോ. മഹാബലി പോയല്ലോ, വീട്ടിൽ വേണമെന്നില്ലല്ലോ. അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. ഇപ്പം വീട്ടിൽ ഇത് കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ്റെ ബേസിക് പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചില്ലേ? ഇപ്പം നമ്മൾ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കപടനാട്യം ഉള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. കുറച്ചു കാലം മുമ്പ് ഷിബു ബേബിയാണ് ഒരു നിരുദ്രവപരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. മദ്യം വില കുറച്ച് കൊടുക്കണം, ക്വാളിറ്റിയുള്ള മദ്യം കൊടുക്കണം. അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരുന്ന സമയത്താണോ? അതെ അതെ. വലിയ വിവാദങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായി. ഷിബു ബേബിനെതിരായിട്ട് അതിശക്തമായ വിമർശനം. അദ്ദേഹം പറഞ്ഞ തെറ്റെന്താണ്? അതായത് ഇപ്പോഴേ ഈ MDMAയിലേക്ക് കേരളം വരാനുള്ള കാരണം എന്താ? അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി AK ആൻ്റണിയാണ്. അദ്ദേഹം ചാരായം നിരോധിച്ചപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. സാധാരണ ഈ ചാരായം കൊണ്ടപ്പോൾ ഈ ജോലി പിന്നെ അത്യാവശ്യം ജീവനക്കാരല്ലേ, ജോലിക്കാർ, ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള ജോലിക്കാർ പട്ടച്ചാരായം പൊടിക്കുപ്പി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അത് വാങ്ങിച്ചിട്ട് ഒരു പൊടിക്കുപ്പിയും കഴിച്ചിട്ട് അവൻ വീട്ടിൽ പോകും. അതിനാണ്ട് 5 രൂപയോ 10 രൂപയൊക്കെ ഉള്ള അതിന് വില. അത് കുഴപ്പമില്ല. ഇപ്പോഴേ ഈ വിദേശ മദ്യത്തിന് വില കൂടി കഴിഞ്ഞതോടുകൂടി ഇവർക്ക് ജോലിക്കാർക്ക് അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകൾക്ക്, കൂലിവേലക്കാർക്ക്, രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നവരാണ്. തീർച്ചയായിട്ടും. അല്ല, അവർക്ക് ഈ വീട്ടിലേക്ക് കൊടുക്കാൻ പണമില്ല. 60 രൂപയുടെ സാധനം 600 രൂപ കൊടുത്ത് അവർ വാങ്ങി അത് ഉപഭോഗം നടത്തുമ്പോൾ ഏകദേശം 500 രൂപയ്ക്ക് മേളിൽ ഈ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ 2 തരം ജനങ്ങളേ ഉള്ളൂ. രാഷ്ട്ര നിർമ്മാണത്തിന് സജീവമായി പങ്കെടുക്കുന്നവരും രാഷ്ട്ര നിർമ്മാണത്തിൽ സജീവമായി പങ്കെടുക്കാത്തവരും. ഇപ്പോൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സജീവമായി പങ്കെടുക്കുന്നവർ മദ്യപാനികൾ തന്നെയാണ്. കാരണം അവരുടെ വരുമാനമാണ് ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ഖജനാവിനെ നിറയ്ക്കുന്ന ഒരു കാര്യം. ഇനിയും അത്ര സജീവമായിട്ട് പങ്കെടുക്കാത്തവർ ഹോട്ടലിൽ പോയി ഒരു മസാല ദോശ വാങ്ങിച്ചാലോ, തീപ്പെട്ടി വാങ്ങിച്ചാലോ, അതില്ലെങ്കിൽ അരിയും പച്ചമുളകും വാങ്ങിച്ചാലോ ഒരു ചെറിയ GST അല്ലേ കിട്ടുള്ളൂ. അപ്പം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ മദ്യപാനികളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ? അപ്പം അതുകൊണ്ടാണ് ഈ കലർപ്പില്ലാത്ത മദ്യം കൊടുക്കണം, ക്വാളിറ്റിയുള്ള മദ്യം കൊടുക്കണമെന്ന് ഷിബു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ വ്യാജമദ്യ ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ മദ്യം നമ്മുടെ സമൂഹത്തെ വല്ലാതെ കാർന്ന് തിന്നുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. ഇതുവരെ നമ്മൾ ബിവറേജ് കോർപ്പറേഷനിലെ ആളുകൾ പോകുന്നു, ക്യൂ നിൽക്കുന്നു. പക്ഷേ കേരളീയർ ഇത്ര അച്ചടക്കത്തോടെ നിൽക്കുന്നവരെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും? ഇല്ല. കേരളീയന് അച്ചടക്കം ഇല്ലെന്ന് നമുക്ക് പറയാനേ ഒക്കത്തില്ല. മഴയായാലും ശരി, വെയിലായാലും ശരി, കൊടുങ്കാറ്റായാലും ശരി, നിരന്ന് തന്നെ നിൽക്കും, ക്യൂ തെറ്റിക്കത്തില്ല. മുന്നേ നിൽക്കുന്ന ആളിന് ചില്ലറയില്ലെങ്കിൽ ചില്ലറ കൊടുത്ത് സഹായിക്കും. എത്ര, അതായത് മാവേലി നാട് വാണ സമയത്ത് എല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കേരളം കാണണമെങ്കിൽ ബിവറേജിൻ്റെ മുന്നേ ചെന്നെങ്കിലേ പറ്റുള്ളൂ. ശരി. പക്ഷേ അതിൻ്റെ പ്രോബ്ലം, ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ഈ ഹർഷിത അട്ടല്ലൂരി പറയുന്നത് പോലെ വീടുകളിലേക്ക് നമ്മൾ മദ്യം കൊടുത്തയക്കുന്ന, സ്വിഗ്ഗിയിലോ ഒക്കെ കൊടുത്തയക്കുന്ന ഒരു സംവിധാനം വന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടുകളൊക്കെ ചൈൽഡ് സെൻറ്റേർഡാണ്. പല വീടുകളിൽ നമ്മൾ ധരിക്കുന്ന പോലെയല്ല. ഒരുപാട് കുട്ടികൾ നമുക്ക് മയക്കുമരുന്നിന് അഡിക്റ്റുമാണ്. കുട്ടികളുടെ മുന്നിൽ മാതാപിതാക്കൾ നിസ്സഹായരാണ്. ഇപ്പോൾ സ്വിഗ്ഗിയിലെ ഒരു ഫുൾ ബോട്ടിലെ മോൻ ഓർഡർ ചെയ്താൽ തിരിച്ചതും കൊണ്ട് വരുമ്പോൾ പപ്പ അത് കാശ് കൊടുത്തല്ലേ, അച്ഛൻ അത് കാശ് കൊടുത്തിരിക്കും വാങ്ങിച്ചു, ഞാനൊരു ഒരു ബോട്ടിൽ റം ഓർഡർ ചെയ്തിരിക്കുക എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തും. അപ്പോൾ അഥവാ അച്ഛൻ പറയാം എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അമ്മ പറയും, അമ്മമാരാണല്ലോ മക്കളെ ചീത്തയാക്കുന്നത്, അമ്മ പറയും അയ്യോ അവൻ വെളിയിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും. പക്ഷെ അവിടെ ഒരു വിഷയമുള്ളത്, ഇതിന് പ്രത്യേക യൂസർ ഐ ഡി പാസ്വേഡ് സംവിധാനങ്ങളും പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഇത് വിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രം ലഭ്യമാകുന്ന തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കും, പഴുതടച്ച സിസ്റ്റം കൊണ്ടുവരും എന്നൊക്കെയാണ് അവർ വിഭാവനം ചെയ്യുന്ന അത്തരം പദ്ധതികളാണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം കുട്ടികളെ തൽക്കാലം മാറ്റി നിർത്താം, മുതിർന്നവർക്ക് മാത്രമേ ഇത് പ്രായോഗികമായി ലഭ്യമാകൂ എന്നുള്ളൊരവസ്ഥയാണ് സംഭവിക്കുന്നത് എന്ന് കരുതുക. ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നതല്ല. സപ്പോസ് ഇൻ കേസ് ഇപ്പോൾ ബെബ്കോ MD ശ്രീമതി ഹർഷിത അട്ടലൂരി പറഞ്ഞതുപോലെ മുതിർന്നവർക്ക് മാത്രം ഓൺലൈനായി വീട്ടിൽ മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നതെന്ന് കരുതുക. നമ്മളൊന്ന് നോക്കുക, ഇപ്പോൾ തന്നെ പല ആൾക്കാരും ബിവറേജസിൽ പോയി മദ്യം വാങ്ങി അല്ലെങ്കിൽ കൊള്ള റേറ്റ് കൊടുത്തിട്ട് ബാറിൽ പോയി ഇരുന്നു കൊണ്ട് മദ്യപിച്ചിട്ട് അവർ വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് മദ്യപിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊരു സഹായമായി മാറിയാൽ അത് തടയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എതിർഭാഗത്തുള്ളവർ ചോദിക്കുന്നത്. താങ്കളുടെ പക്ഷം. അല്ലാത്ത ഒരു പ്രശ്നം വെച്ചാലേ, ഈ മദ്യം എന്തായാലും ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് കുടുംബ ബന്ധങ്ങളെയും ദുർബലമാക്കുന്നതാണ്, ഒരുപാട് രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നതുമാണ്. അതൊക്കെ സത്യമാണ്. പക്ഷേ എങ്കിലും മദ്യം പരിപൂർണ്ണമായിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല, മദ്യം നിരോധനം പറ്റുകയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മദ്യത്തിൻ്റെ അവൈലബിലിറ്റി ഒന്നൊന്ന് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഏത് അർദ്ധരാത്രിയിൽ എവിടെയും മദ്യം കിട്ടും, വീട്ടിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മദ്യം വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ കേരളത്തിലെ മദ്യപന്മാരുടെ എണ്ണം വളരെ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബാന്തരീക്ഷം കലാപകലുഷിതമാകുകയും ചെയ്യും. താങ്കൾ പറയുന്ന സാങ്കേതികമായി അംഗീകരിക്കുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ അവർ കൊടുത്ത പ്രകടന പത്രിക, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, KPSC ലളിത, അന്തരിച്ചു പോയ നടി KPSC ലളിതയെ വെച്ചിട്ടാണ് അവർ പരസ്യം ചെയ്തത്. ഘട്ടം ഘട്ടമായി മദ്യനിരോധം നടപ്പാക്കും, മദ്യവർജനം നടപ്പാക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അധികാരത്തിൽ കയറിയ ഒന്നാം പിണറായി വിജയൻ സർക്കാർ തന്നെ കേരളത്തിലെ ശരാശരി ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും ഓരോ വളവിലും ഓരോ ബാർ എന്നുള്ള രീതിയിൽ തുറന്നു. ഇവിടെ തിരുവനന്തപുരത്ത് IT നഗരത്തിലെ ടെക്നോ പാർക്കിനോട് ചേർന്ന് തന്നെ 7 or 8 ബാറാണ് കഴിഞ്ഞ 6 or 7 കൊല്ലത്തിനിടയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയധികം മദ്യം വന്നു. എന്തിനാ? IT വ്യവസായം തഴച്ച് വളരണമെങ്കിൽ മദ്യപിക്കണം എന്നുള്ളൊരു സർക്കാരിൻ്റെ പ്രഖ്യാപിത കാഴ്ചപ്പാടിലാണ് വന്നത്. അപ്പോൾ നാട് നീളെ ഇങ്ങനെ മദ്യം ഉണ്ടാക്കാനായിട്ടുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്വകാര്യ മുതലാളിമാർക്ക് തുടങ്ങാമെങ്കിൽ എന്തുകൊണ്ട് വീട്ടിൽ കിട്ടിക്കൂടാ? ഈ ഒന്നുമില്ലെങ്കിലും 100 രൂപയുടെ സാധനം പുറത്ത് കൊണ്ടുവന്ന്, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഈ കുടിയന്മാർ കാശെല്ലാം കൊണ്ടുവന്ന് ബാറിൽ കൊടുക്കുന്നു. 100 രൂപയുടെ സാധനം ബാറിൽ പോയിരുന്ന ഒരാൾ കഴിക്കുമ്പോൾ അയാൾ അവിടെ 500-600 രൂപ കൊടുക്കണം. അതിനേക്കാൾ ഈ 100 രൂപയുടെ സാധനം ഒരു ചെറിയൊരു സർവീസ് ചാർജ് കൂടെ ചേർത്തിട്ട് 150 രൂപയ്ക്ക് വീട്ടിൽ കിട്ടുകയാണെങ്കിൽ സാമ്പത്തികമായി ലാഭം ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ ട്രാഫിക് നിയമ ലംഘനങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യം മറുഭാഗത്ത്. പിന്നെ സർക്കാരിന് വരുമാനം കിട്ടില്ലേ എന്നുള്ള ആത്യന്തികമായ ചോദ്യം മൂന്നാമത്. ഹർഷിത അട്ടലൂരിയുടെ കണക്ക് പ്രകാരം 500 കോടിയോളം അധിക വരുമാനം കിട്ടുമെന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു? അല്ല, അത് നമുക്ക് യോജിക്കാൻ കഴിയാതെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരാൾ പിന്നെ ബാറിൽ പോയി മദ്യപിക്കുന്നു. അപ്പോൾ ബാറിൽ പോയി മദ്യപിക്കേണ്ടവർക്ക് എപ്പോഴും ബാറിൽ മദ്യപിക്കാം. 2, വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് വാങ്ങിച്ചുകൊണ്ടും പോകാം. ഇതിനൊന്നും ഇപ്പോൾ തടസ്സമില്ലല്ലോ. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് കൊല്ലത്തെ ഒരു ബാറിൻ്റെ മുന്നിൽ സ്ത്രീകൾ ക്യൂ നിന്ന് മദ്യം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർക്കായിരിക്കും അല്ലെങ്കിൽ അവർക്കായിരിക്കും. അതൊന്നും വലിയൊരു ഗൗരവമുള്ള കാര്യമല്ല. ബാംഗ്ലൂർ സിറ്റി ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർ ഇരുന്ന് മദ്യപിക്കുന്ന കാണാം. ആ കൾച്ചർ നമ്മുടെ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ഒരു സ്വിഗ്ഗിയിലൂടെ ആഹാരം ഓർഡർ ചെയ്യുന്നത് പോലെ മദ്യം ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തുന്നൊരു സംവിധാനം വന്നാൽ അത് കുറച്ചുകൂടെ അതിൻ്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുകയും വീട്ടിലിരുന്ന്, അപ്പം ഒരുപക്ഷെ ഭർത്താവ് മദ്യപിക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അയാളെ വീട്ടിലിരുന്ന് മദ്യപിച്ച് അല്ലെങ്കിൽ മദ്യം ഓർഡർ ചെയ്ത് കൊണ്ടുവരിക. മക്കളുണ്ടെങ്കിൽ പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയാണല്ലോ. അപ്പോൾ 18 വയസ്സ് കഴിയുന്നൊരു പയ്യൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുള്ള വിചാരിച്ചോണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ മദ്യം ഓൺലൈനായിട്ട് വീട്ടിൽ വരുത്തി വെച്ച് മദ്യപിക്കുന്നത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ കലാപകലുഷിതമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഈ പ്രപ്പോസലിനെ അനുകൂലിക്കുന്നത്, എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, ഇതിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, പിള്ളേർ MDA വാങ്ങിച്ച് അടിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അടിക്കുകയാണെങ്കിലും ചാരായം അടിക്കുന്നത്? എന്ത് തോന്നുന്നു? അല്ല, MDMA വാങ്ങിക്കാതിരിക്കാനായിട്ട് നമ്മൾ ബിവറേജ് കോർപ്പറേഷനിൽ നിന്നൂടെ ഈ ഡോർ ഡെലിവറിയിൽ മദ്യം വീടുകളിൽ കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. MDMAക്ക് ഇത് പരിഹാരമാവുന്നില്ല. MDA കഴിക്കുന്നതിന് MDMA തന്നെ ഉപയോഗിച്ചു. ചിലർ പറയുന്നത് MDMA ആണെങ്കിൽ ബാഗിനകത്ത് വെച്ച് കൊണ്ടുവന്ന് അറിയാൻ പോലും പറ്റത്തില്ല, ഇതാണെങ്കിൽ കൈയോടെ പിടിക്കാമല്ലോ എന്നൊക്കെ പറയുന്ന ചില സാങ്കേതിക വാദങ്ങൾ ചിലയിടത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഞാൻ ചോദിക്കുന്നത്, MDMA കണ്ടെത്താനും അതിൻ്റെ സോഴ്സ് കണ്ടെത്താനും MDMA വിൽക്കുന്നവരെ കയ്യാമം വെച്ച് തടവിലടയ്ക്കാൻ, തുറുങ്കിലടയ്ക്കാനൊന്നും ഒരു തടസ്സവുമില്ല. അതിനകത്തുണ്ടാകുന്ന അലംഭാവമാണ് പ്രശ്നങ്ങൾ. അത് MDMA നിരോധിക്കാനൊക്കെ അത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറവല്ലേ.
കടുത്ത ശിക്ഷയുണ്ട്. ശരി. കടുത്ത ശിക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ വാസ്തവം. താങ്കൾ ഇപ്പോൾ ഇത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്, നമ്മളാരും തീരുമാനമായ കാര്യമല്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള പോലീസിലെ ഏറ്റവും ക്രെഡിബിൾ ആയ IPS ഓഫീസേഴ്സിൽ ഒരാളാണ് ഹർഷിത അടലൂരി. അവരെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്താൻ ചിലർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒതുക്കിയിരുത്തിയിരിക്കുന്നതാണ് ബിവറേജസ് കോർപ്പറേഷനിലെ MD സ്ഥാനത്ത് എന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോഴും ഹർഷിത അടലൂരിയെ പോലെ ഒരു ഓഫീസർ ഇങ്ങനൊരു പ്രപ്പോസൽ സർക്കാരിന് കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സർക്കാരിൻ്റെ തന്നെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പ്രപ്പോസൽ തരൂ, ആ പ്രപ്പോസൽ ഞങ്ങളങ്ങ് അംഗീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ സേഫ് ഗാർഡ് ചെയ്യാം എന്നുള്ളൊരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ചില വിലയിരുത്തലുകൾ പൊളിറ്റിക്കലി വരുന്നുണ്ട്. അതായത് സർക്കാർ ബിവറേജസ് കോർപ്പറേഷൻ MDയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് എന്ന് പറയുന്നു. ശരിയാണ്? അല്ല, സർക്കാരിൻ്റെ അത്തരം തീരുമാനങ്ങൾക്ക് വശംവദയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഹർഷിത അടലൂരി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങനെ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിനൊന്നും വഴങ്ങുന്ന ആളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സ്വയം അങ്ങ് തീരുമാനിച്ചു കൊടുക്കുക അല്ല, അവർ സ്വയം തീരുമാനിച്ചു എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇപ്പോഴേ ഹർഷിത അടലൂരിയുടെ ചുമതല എന്ന് പറയുന്നത് ബെപ്കോയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അതിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലാഭത്തിൽ തന്നെ ആയിരുന്നു എല്ലാ കാലത്തും. പിണറായി വിജയൻ സർക്കാർ കയറിയതിനു ശേഷമാണ് നഷ്ടം കണക്കുകൾ അവിടെ ഇവിടെ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. പറഞ്ഞോളൂ സാർ. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ബെപ്കോയുടെ വരുമാനം കൂട്ടുക ഏത് മാർഗ്ഗം ഉപയോഗിച്ചു. അപ്പോൾ ഒരാളൊരു ഒരു 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 അസൈൻമെൻറ്റ് ഏറ്റെടുക്കുമ്പോൾ, ഒരു ഓഫീസിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ ഓഫീസിൻ്റെ വരുമാനം കൂട്ടാൻ അവിടെ നിന്നുകൊണ്ട് ശ്രമിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്രപ്പോസൽ വെച്ചതിൽ തെറ്റാന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ഇതിനകത്ത് അപകടം ഉണ്ടായി. ഇതിനേക്കാൾ എത്രയും നല്ലതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു ഷെൽഫ് അല്ലെങ്കിൽ ഒരു ഭാഗം ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ പ്രൊഡക്ഷൻ പിന്നെ മദ്യം വിൽക്കാനായിട്ട് സമ്മതിച്ചാൽ മതിയല്ലോ. ആവശ്യമുള്ളവരെടുത്തുകൊണ്ട് പോയിക്കോളുമല്ലോ. കുറച്ചുകൂടെ അവൈലബിലിറ്റി. അപ്പോൾ അതായത് ആ മദ്യം ഇത്ര പ്രശ്നമുണ്ടെങ്കിൽ, മദ്യം കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ആരും കഴിക്കില്ല സൂപ്പർ മാർക്കറ്റിൽ. അവിടെ ഒരു പോർഷൻ മാറ്റി വെച്ചാൽ മതി, അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറുകാരുടെ വയറ്റത്തടിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും ബാറിൽ പിന്നെ പോകാത്തൊരവസ്ഥ വരും എന്നുള്ള ബാറുകാരുടെ ഒരു താല്പര്യം ഇവിടെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ വീടുകളിൽ കൊണ്ട് കൊടുത്താലും. വീടുകളിൽ മറ്റേ ബാറിൽ ഒന്നുമില്ലെങ്കിലും കുപ്പി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകുമല്ലോ. ബാറിൽ മദ്യം മാത്രമല്ലല്ലോ, ആഹാരവും കൂടെ കൊടുക്കുന്നില്ലേ. അതായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്ര നിർമ്മാണമാണ് മദ്യത്തിലൂടെ നടപ്പാക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എസ്പെഷ്യലി കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം മദ്യം, ലോട്ടറി. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. പിന്നെ കുറച്ച് IT എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സർക്കാരിന് നിത്യനിദാന ചെലവുകൾക്ക് പോലും 5 പൈസ ഇല്ലാതെ നട്ടം തിരിയുന്ന സർക്കാരിൻ്റെ മുന്നിൽ വർഷാവർഷം 500 കോടി രൂപയ്ക്കുള്ളൊരു സ്കോപ്പ് ഇങ്ങനെ ഒരു പ്രപ്പോസലായി വന്ന് നിൽക്കുമ്പോൾ, ഞാൻ പറയുന്നു നിൽക്കുമ്പോൾ, അംഗീകരിക്കുമോ ഇല്ലയോ അത് പറഞ്ഞ് അവസാനിക്കാം. അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. അതിൻ്റെ കാരണം ഇത് വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകും. AK ആന്റണി ഈ ചാരായം നിരോധിച്ചതിൻ്റെ കാര്യം സ്ത്രീ വോട്ടർമാരെ പ്രതീക്ഷിച്ചാണ്. ആ സ്ത്രീ വോട്ടർമാർ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ ജനസംഖ്യയിൽ ഭൂരിപക്ഷമാണ്. അവരുടെ വീട്ടിലെ കുടുംബാന്തരീക്ഷം വന്ന് ശല്യമുണ്ടാക്കാൻ, മദ്യത്തിനെ അനുവദിക്കാൻ വീട്ടമ്മമാർ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. 2026 ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വർഷത്തിലെ അത്തരൊരു മണ്ടൻ തീരുമാനം ഈ ഗവൺമെൻറ് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഏതായാലും നോക്കാം. ജനങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.